അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1247. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആയിഷ സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലത്ത്, നിശ്ചയമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ജാഅത്നി ഇംറഅത്തുൻ, എൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നു, വമഅഹ ഇബ്നത്താനി ലഹ, ആ സ്ത്രീയോടുകൂടെ അവൾക്കുള്ള 2 പെൺമക്കളുമുണ്ട്. ഫസഅലത്നി, എന്നോട് വല്ലതും ആവശ്യപ്പെട്ടു, വല്ലതും ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഫലം തജിദ് ഇൻദി ഷൈഅൻ ഗൈറ തംറത്തിൻ വാഹിദ, എൻ്റെ അടുക്കലാണെങ്കിൽ ഒരു കാരക്ക മാത്രമാണുള്ളത്, അതല്ലാതെ മറ്റൊന്നും എൻ്റെ അടുക്കലില്ല. ഫഅഅതൈതുഹ ഇയ്യാഹ, ഉള്ളത് ഞാൻ കൊടുത്തു, ഉള്ള കാരക്ക ആ സഹോദരിക്ക് കൊടുത്തു. ഫഅഖദത്ഹ ഫഖസമത്ഹ ബൈന ഇബ്നതൈഹ, ആ ഉമ്മ ആ കാരക്ക സ്വീകരിച്ച് അത് 2 പെൺമക്കൾക്കിടയിൽ വിഭജിച്ചു കൊടുത്തു. വലം തഅകുൽ മിൻഹാ ഷൈഅ, ഉമ്മ അതിൽ നിന്ന് അല്പം പോലും കഴിച്ചില്ല. തുമ്മ ഖാമത്ത് ഫഖറജത്ത് വബനതഹ, അങ്ങനെ ആ ഉമ്മ എഴുന്നേറ്റ് ആ 2 മക്കളെയും കൂട്ടി പോയി. ഫദഖല അലയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. ഫഹദ്ദസ്തുഹു ഹദീസഹ, ഈ സംഭവമൊക്കെ ഞാൻ മുത്തുനബിയോട് വിശദീകരിച്ചു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഇബ്തുലിയ മിനൽ ബനാതി ബിശൈഇൻ, ആരെങ്കിലും പെൺമക്കളിൽ നിന്ന് വല്ലതുകൊണ്ടും പരീക്ഷിക്കപ്പെട്ടാൽ, ഫഅഹ്സന ഇലൈഹിന്ന, ആ പെൺമക്കൾക്ക് വേണ്ട എല്ലാ നന്മകളും ചെയ്തു കൊടുത്ത് അവരെ വളർത്തേണ്ടതുപോലെ വളർത്തി എല്ലാ നിലക്കും അള്ളാഹും റസൂലും പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അവർക്ക് വേണ്ടതെല്ലാം നൽകി. എന്നാൽ ഹുന്നലഹു സിത്റം മിനന്നാർ, ആ പെൺമക്കൾ അവന് നരകത്തെ തൊട്ടുള്ള മറയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന ഈ സന്ദേശം, മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ മക്കള് നമുക്ക് ഖുറത്തു ഐനാവണം, കൺകുളിർമ നൽകുന്ന മക്കളാവുമ്പോഴേ അനുഗ്രഹമായി മാറുള്ളൂ. അപ്പോൾ അള്ളാഹു തആല പെൺമക്കളെ നമുക്ക് തരുന്നത് അതൊരു പരീക്ഷിക്കാൻ വേണ്ടിയും കൂടിയാണ്. ആ പെൺമക്കളെ നീ ഇസ്ലാം ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണോ വളർത്തുന്നത് അല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പെൺമക്കളെ നമുക്ക് തന്ന് ആ പെൺമക്കളെ ചെറുപ്രായം മുതൽക്ക് തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളൊക്കെ അനുസരിച്ച് അവർക്ക് വളർത്തുകയും അവർക്ക് വേണ്ട എല്ലാ വിദ്യാഭ്യാസങ്ങളും നൽകി അവരാ നിലക്ക് ഇസ്ലാം ഇഷ്ടപ്പെടുന്ന അള്ളാഹും റസൂലും പൊരുത്തപ്പെടുന്ന രൂപത്തിൽ പെൺമക്കളെ വളർത്തിയാൽ ആ പെൺമക്കൾ കാരണം നരകത്തെ തൊട്ട് അവനക്കുള്ള മറയാണ്, അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല. അപ്പോൾ മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തണം, അപ്പോഴേ മറയാവുള്ളൂ. അതല്ലെങ്കിൽ മക്കൾ കാരണം നമ്മൾ നരകത്തിൽ കടക്കേണ്ടി വരും. മക്കൾ തോന്നിയ രൂപത്തിൽ ജീവിക്കാൻ സ്വതന്ത്രമായി അയച്ചു വിട്ട് കഴിഞ്ഞാൽ അവർ കാരണം നമുക്ക് നരകത്തിൽ കടക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഹദീത്ത് വളരെ ശ്രദ്ധേയമാണ്. പെൺമക്കൾ അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. പക്ഷേ അവരെ വളർത്തേണ്ടതുപോലെ വളർത്തുകയും അവർക്ക് നൽകേണ്ട ബാധ്യതകളൊക്കെ കൃത്യമായി നൽകി അവരെ കൃത്യമായ രൂപത്തിൽ വളർത്തിയാൽ അത് നമുക്ക് വലിയൊരു സമ്പാദ്യമാണ്, നമുക്ക് സ്വർഗം ലഭിക്കാൻ അത് കാരണമാണ്. അള്ളാഹു ആ നിലക്ക് അള്ളാഹും റസൂലും പൊരുത്തപ്പെട്ട രൂപത്തിൽ നമ്മുടെ മക്കളൊക്കെ നമുക്ക് വളർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.